വളരെ പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. റമദാനിലെ അവസാനത്തെ രാവുകൾ എന്തുമാത്രം പ്രാധാന്യമുള്ളതാണോ അതേപോലെ പ്രാധാന്യമുള്ളതാണ് ദുൽഹജ്ജയിലെ ആദ്യ 10 പകലുകൾ എന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ മഹത്വത്തെക്കുറിച്ച്, ഫളലുകളെക്കുറിച്ച് പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാമിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹിൽ അമൽ ഫീഹിൻ മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷ്ർ. ഈ 10 ദിവസത്തേക്കാൾ മികച്ച ദിവസങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, പറയുന്നു, ഇത് ഏറ്റവും മികച്ച പകലുകളാണ്, ഇത് ഏറ്റവും മികച്ച ദിനങ്ങളാണ് ഇതെന്ന് പറയുമ്പോൾ ഈ ദിനങ്ങളിലെ അമലുകളാണ് ഏറ്റവും പ്രാധാന്യമേറിയ അമലുകൾ എന്ന് പറയുമ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നു, ജിഹാദിനേക്കാൾ പ്രാധാന്യമേറിയതാണോ എന്ന് ചോദിച്ചപ്പം അതെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്. അപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളുടെ മഹത്വം, ഈ ദിവസങ്ങളുടെ ഫളല്, അതിന്റെ ബർക്കത്തുകൾ ശരിയാവിധം നേടിയെടുക്കുവാനുള്ള ശ്രദ്ധയും കരുതലും എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന സവിശേഷമായ എന്തെങ്കിലും പ്രത്യേകമായ അമൽ, ഹജ്ജല്ലാതെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരന്മാർ മക്കയിൽ സമ്മേളിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇബാദത്തുകൾ, സാധാരണ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ തന്നെ വർധനവുണ്ടാകുക, തഹ്ലീലുകളുടെ കാര്യത്തിൽ, വിക്റുകളുടെ കാര്യത്തിൽ, ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ ആദ്യത്തെ 9 ദിവസങ്ങൾ നോമ്പെടുത്തിരുന്നു എന്ന് കാണിക്കുന്ന ഹദീസുകൾ കാണാൻ പറ്റും. സാധിക്കുന്നിടത്തോളം നോമ്പെടുക്കുക. അതിൽ തന്നെ അറഫാ ദിനത്തിലെ നോമ്പ് നമുക്കറിയാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങളെല്ലാം മായ്ച്ചു കളയുന്ന ഒരു അമൽ എന്നുള്ള നിലക്കാണ് അറഫാ ദിനത്തിലെ നോമ്പിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ റമദാനിലെ അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കരുതലും ശ്രദ്ധയും ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ദുൽഹജ്ജിന്റെ കാര്യത്തിലും ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു ശ്രദ്ധയും കരുതലും എല്ലാം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ വീടുകളിൽ അതിൻ്റെതായ ഒരുക്കങ്ങൾ ഉണ്ടാവണം. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങളിലൂടെയാണ്. സവിശേഷമായ ബർക്കത്തുള്ള, സവിശേഷമായ ഫളലുകളുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി സ്വീകരിക്കപ്പെടുന്ന, പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെടുന്ന ദിനങ്ങളാണിത് എന്ന ശ്രദ്ധയും ഓർമ്മയും ഉണ്ടാവണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദിനങ്ങളുടെ മുഴുവൻ ബർക്കത്തുകളും നേടിയെടുക്കുവാൻ നമ്മെല്ലാം സഹായിക്കുമാറാകട്ടെ. ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹജ്ജിനെ കുറിച്ചുള്ള സന്ദർഭത്തിൽ പല സ്വഭാവത്തിലുള്ള പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാം, നമ്മളുടെ പിതാവ് എന്നുള്ള നിലക്കാണ് നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നത്. ഇബ്രാഹിം, നമ്മൾ ഒരു ദിവസം എത്ര തവണ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരുച്ചരിക്കാത്ത, അദ്ദേഹത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം നമുക്ക് കടന്നു പോകുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും ഇബ്രാഹിം എന്ന നാമം ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കോടാനുകോടി മനുഷ്യർ ആ നാമം ഉച്ചരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പോ? ഇന്നലെയും അങ്ങനെ തന്നെയാണ്, നാളെയും അങ്ങനെ തന്നെയാണ്. ഈ പ്രപഞ്ചം അവസാനിക്കുന്ന നിമിഷം വരയ്ക്കും കോടാനുകോടി മനുഷ്യർ ആ വാക്ക്, ആ നാമം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ആ നിലക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു നാമമാണ്, ഒരു പേരാണ്, ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആരായിരുന്നു, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശം എന്നുള്ളത് ഒരു ഖുതുബയുടെ പരിമിതിയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല.
ദുൽഹജ്ജിൽ നമ്മൾ സവിശേഷമായി മനസ്സ് വെക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബിയെ കുറിച്ച് കുറച്ചെന്തെങ്കിലും പഠിക്കുവാൻ, കുറച്ചെന്തെങ്കിലും വായിക്കുവാൻ, കുറച്ചെന്തെങ്കിലും അറിയുവാൻ ഈ കാലം ഞാനൊന്ന്, ഈ ദിവസങ്ങൾ ഞാനൊന്ന് ശ്രദ്ധ വയ്ക്കും എന്നൊരു നിയത്ത് നമുക്കുണ്ടാവും. മില്ലത അബീക്കും ഇബ്രാഹിം എന്ന് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ പാത, ഇബ്രാഹീമിന്റെ സംസ്കാരം. ഇബ്രാഹിം എന്ന് പറയുന്നത് ചരിത്രത്തിലെ തന്നെ, ചരിത്രത്തിന്റെ ട്രൈ ജംഗ്ഷൻ, മുക്കവല എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന 3 പ്രധാനപ്പെട്ട മതങ്ങൾ, 3 നാഗരികതകൾ, അത് ചേർന്ന് നിൽക്കുന്ന ഒരു കവലയാണ്. മുസ്ലിങ്ങൾ, ഇസ്ലാമിക സമൂഹം ഇബ്രാഹിമിലേക്ക് ചെന്ന് ചേരുന്നു. ക്രിസ്ത്യാനികൾ ഇബ്രാഹിമിലേക്ക് ചെന്ന് ചേരുന്നു. ജൂതർ ഇബ്രാഹിമിലേക്ക് ചെന്ന് ചേരുന്നു. ആ നിലയ്ക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മുക്കവല, ട്രൈ ജംഗ്ഷൻ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെടുന്നത്. ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്നാൽ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ജനത എന്ന് വിശേഷിപ്പിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജനതയാണ്, ഒരു സമുദായമാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി അത് വെറും ഒരു വ്യക്തിയല്ല, അതൊരു ജനതയാണ്. എന്തുകൊണ്ടാണ്? ഒരു ജനതയോളം വളരാൻ സാധിച്ച അസാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അപ്പൊ അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ധാരാളം പാഠങ്ങളുണ്ട്. അതിൽ ശ്രദ്ധേയമായ 2 കാര്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ, സൂറ ബഖറയിലെ 124-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുന്നാസ് ആയിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുന്നാസ്. എന്താ ഇമാമുന്നാസ് എന്ന് പറഞ്ഞാൽ? ഇമാമുന്നാസ് എന്ന് പറഞ്ഞാൽ ജനനേതാവാണ്. ഇബ്രാഹിം ജനനേതാവായിരുന്നു, ഇമാമുന്നാസ് ആയിരുന്നു. സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശേഷിപ്പിക്കുന്നത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല എന്നാണ്. ഇബ്രാഹിമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീൽ ആയി സ്വീകരിച്ചു. ഖലീൽ എന്ന് പറഞ്ഞാൽ അടുത്ത സുഹൃത്താണ്, ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരേ സമയം ഇമാമുന്നാസ് ജനനേതാവായിരുന്നു, അതേസമയം ഖലീലുല്ലാഹ് അള്ളാഹുവിന്റെ സുഹൃത്തുമായിരുന്നു. ഇത് അസാധാരണമായിട്ടുള്ള ഒരു വ്യക്തിത്വ വിശേഷമാണ്. നമുക്ക് ജനനേതാക്കന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അവർ ജനങ്ങളുമായിട്ട് നല്ല അടുപ്പം ഉണ്ടാവും, നല്ല ജനകീയരായിരിക്കും, ജനങ്ങൾക്ക് സ്വീകാര്യരായിരിക്കും, വലിയ നേതാക്കന്മാരായിരിക്കും. പക്ഷെ അവർക്ക് അള്ളാഹുവുമായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല, അള്ളാഹുവുമായിട്ട് വലിയ അടുപ്പം ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇയാളാണോ ഈ നേതാവായി നടക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ പലതരം മഹാന്മാർ നമുക്കിടയിലുണ്ട്, നമുക്ക് മുമ്പുണ്ടായിരുന്നു, ചരിത്രത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് മഹാന്മാരെയും മലകളെയും അടുത്തു നിന്ന് നോക്കരുത്, ദൂരെ നിന്നേ നോക്കാവൂ എന്ന പ്രയോഗം ഉണ്ടായി. മല ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, അടുത്തു പോയാൽ ഭംഗി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല മല തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മഹാന്മാരെന്നാണ്. മഹാന്മാരെ അവരെ കുറിച്ച് പേപ്പറിലൊക്കെ വായിക്കാനും റീലുകളിലൊക്കെ കാണാനൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ 2 ദിവസം അടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ ഇയാളുടെ സ്വഭാവം. അതുകൊണ്ട് മഹാന്മാരെയും മലകളെയും ദൂരെ നിന്നേ നോക്കാവൂ എന്നൊരു പ്രയോഗമുണ്ട്. അതാണ് വലിയ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള പലരും അവർക്ക് ദൈവസാമീപ്യം ഉണ്ടാവില്ല, അള്ളാഹുവുമായി ബന്ധം ഉണ്ടാവില്ല.
അവരുടെ സൂക്ഷ്മമായ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചു പോയാൽ ഒരുപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ജനനേതാവായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വത്തഖദല്ലാഹു ഇബ്രാഹിം ഖലീല. ഇബ്രാഹിം, ജനനേതാവായ ഇബ്രാഹിം അള്ളാഹുവിന്റെ പ്രിയ കൂട്ടുകാരനായി, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഒന്ന് ആലോചിച്ചു, അങ്ങനെ ഒരു പ്രയോഗം മറ്റാരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലുള്ളത്? ആരെക്കുറിച്ചുമില്ല. എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ പ്രിയ കൂട്ടുകാരനാകാൻ പറ്റുന്നത്? അള്ളാഹുവുമായിട്ടുള്ള അടുപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ വചന പരീക്ഷണങ്ങളും അതിനെല്ലാം, ആ ടാസ്കുകളെല്ലാം മറികടന്നവനായിരുന്നു ഇബ്രാഹിം. എന്തെല്ലാം ടാസ്കുകളാണ്! വാപ്പയായിട്ട് പ്രശ്നം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരും. നാട്ടിലെ രാജാവുമായിട്ട് പ്രശ്നം, തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെടും. പിറന്ന വീടുപേക്ഷിക്കുന്നു, പിറന്ന നാടുപേക്ഷിക്കുന്നു. പലായനങ്ങളുടെ പരമ്പരയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഒടുവിൽ എത്തിച്ചേരുന്നത് ഉർവരമായ ഒരു പച്ചപ്പിന്റെ, മനുഷ്യ സാന്നിധ്യത്തിന്റെ, ജീവന്റെ ഒരു തുടിപ്പ് പോലുമില്ലാത്ത ഒരു മരുഭൂ താഴ്വരയിൽ, കാലിയായ ഒന്നുമേ ഇല്ലാത്ത ഒരു താഴ്വരയിൽ, ആ താഴ്വര, അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സംസ്കാരങ്ങളുടെ അടിത്തറവാകുന്നത്. അത് പിന്നീട് എന്തായി മാറി? ആരുമില്ലാതിരുന്ന ആ മണൽപ്പരപ്പ്, ആ താഴ്വര, ഉർവര ഭൂമി, അവിടെ സംസം പൊട്ടിയൊലിക്കുന്നത് നമ്മൾ കാണും. പിന്നീട് അത് വികസിക്കുന്നു, മുന്നോട്ട് പോകുന്നു. പോയി അത് ഉമ്മുൽ ഖുറ, നഗരപഥങ്ങളുടെ മാതാസ്, മദർ ഓഫ് ഓൾ സിറ്റീസ്, സർവനാഗരികതകളുടെയും ആസ്ഥാനമായിട്ട് ആ ഭൂമിയെ മാറ്റിയെടുക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോ ആ നിലക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെല്ലാം, സവിശേഷമായിട്ടുള്ള പരീക്ഷണങ്ങൾ അതിജീവിച്ച് ഇമാമുന്നാസും ഖലീലുള്ളയുമായി മാറിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇതൊരു വ്യക്തിത്വം, ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷതയാണ്. എന്താണ്? ഒരേ സമയം ജനങ്ങളുമായും അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം. ഇതാണ് ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഒരാള് ഒരു മുഅ്മിൻ അള്ളാഹുവുമായിട്ട് അടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസി അള്ളാഹുവുമായിട്ട് അടുക്കുകയാണ്. നമ്മൾ സാമാന്യമായിട്ട് എന്താണ്, ഒരു ആത്മീയമായ അത്യുന്നതി പ്രാപിച്ച ഒരാളെ കുറിച്ചിട്ടുള്ള സാമാന്യമായ ധാരണ, അയാൾ എപ്പോഴും ജനങ്ങളിൽ നിന്നെല്ലാം അകന്ന് ഏതോ ഒരു മലയുടെ മകൾ, ഒരു ഗുഹയിൽ, അല്ലെങ്കിൽ വിജനമായ ഒരു സ്ഥലത്ത് നിരന്തരമായ പ്രാർത്ഥനകളിൽ മുഴുകിക്കഴിയുന്ന ഒരാൾ. അതാണ് ദൈവസാമീപ്യമുള്ള ഒരാളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. അയാൾക്ക് ജനങ്ങളുമായി ബന്ധമില്ല, കുടുംബവുമായി ബന്ധമില്ല, ബിസിനസ് ഇല്ല, കച്ചവടമില്ല, ഭാര്യയില്ല, മക്കളില്ല, നാട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും ആരാധനകളിൽ, നാമജപങ്ങളിൽ, ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാൾ. അതാണ് ഏറ്റവും ആത്മീയ ഔന്നത്യമുള്ള ഒരാളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷെ ദീനുൽ ഇസ്ലാം അതിന് നേർവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. അതല്ല ദീനിന്റെ കാഴ്ചപ്പാട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, അവന്റെ കർമ്മങ്ങളിൽ, അവൻ ചെയ്യുന്ന ജീവിത ചക്രത്തിനിടയിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രാധാന്യമേറിയ, ഏറ്റവും പ്രാഥമികമായ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അത് നിസ്കാരമാണ്. സ്വലാത്ത്, നിസ്കാരം, അത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. മിഅ്റാജുൽ മുഅ്മിൻ, അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത്, സ്വകാര്യ സംഭാഷണമാണ്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരാൾ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുക, അള്ളാഹുവായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തുന്നതാണ് അള്ളാഹുവായിട്ട് അത്രയും അടുപ്പം ഉണ്ടാകുക എന്നുള്ളത്. പക്ഷെ ഈ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോം ഏതാണ്? ഒന്നു ചേർന്ന്, തോളോട് തോൾ ചേർന്ന്, തോളുകൾ തമ്മിൽ ഉരുമ്മി നിന്ന് നിസ്കരിക്കാം. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മൾ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന എപ്പോഴാണ്?
വിദൂരമായ ഒരു ഗുഹാമുഖത്ത് പോയി, ഒരു ഗുഹയുടെ ഉള്ളിൽ പോയി ധ്യാനിച്ചിരിക്കുമ്പോഴല്ല, നമ്മൾ ജനങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹുവുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. ഇസ്ലാമിലെ എല്ലാ അമലുകളും ഈ വ്യക്തിത്വം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ഈ വ്യക്തിത്വ സവിശേഷത ഉണ്ടല്ലോ, ഒരേ സമയം ജനനേതാവും അള്ളാഹുവിന്റെ കൂട്ടുകാരനുമായ ഇബ്രാഹിം, ഇതാണ് മുഅ്മിനിന്റെ വ്യക്തിത്വ സവിശേഷത. ഈ വ്യക്തിത്വ സവിശേഷതയെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇസ്ലാമിലെ എല്ലാ അമലുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വലാത്ത് അങ്ങനെയാണ്. നിങ്ങളത് ജനങ്ങളോടൊപ്പം, ജനങ്ങൾക്കിടയിൽ, ജനങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്നാണ് നിർവഹിക്കുന്നത്. സക്കാത്ത് അത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. സൗം നമുക്ക് തോന്നുമ്പോൾ നോമ്പെടുക്കുകയല്ല, ലോകത്തെങ്ങുമുള്ള മുഅ്മിനുകൾ ഒന്നിച്ചാണ് നോമ്പെടുക്കുന്നത്. ഇതിന്റെ സമ്പൂർണ്ണ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രയോഗ രൂപമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ലോകത്തെങ്ങുമുള്ള മുഅ്മിനുകൾ അവർ ഒരേ വസ്ത്രം ധരിച്ച്, ഒരേ ദിക്ർ ചൊല്ലി, ഒരേ ദിവസങ്ങളിൽ ഒരേ സമയത്തിനകത്ത് ഒരേ കർമ്മം നിർവഹിക്കുകയാണ്. അപ്പൊ അള്ളാഹുവുമായിട്ട് അടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനങ്ങളിൽ നിന്ന് അകലുക എന്നുള്ളതല്ല. ഈ ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിലെ പല സ്വഭാവത്തിലുള്ള ഇടപാടുകളും, ആ ഇടപാടുകളിൽ നിന്നെല്ലാം അകന്ന് വിദൂരവും വിജനവുമായിട്ടുള്ള ഒരു ജീവിതമല്ല മുഅ്മിന്റെ ജീവിതം. ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട്, മനുഷ്യർക്കിടയിൽ പെരുമാറിക്കൊണ്ട്, കല്യാണം കഴിച്ച്, കുഞ്ഞുങ്ങളെ വളർത്തി, ബിസിനസ് ചെയ്ത്, സമ്പാദിച്ച്, ജോലി ചെയ്ത്, സംരംഭങ്ങൾ കെട്ടിപ്പടുത്ത്, ഇങ്ങനെയൊക്കെ സജീവമായി ജീവിതത്തിൽ ഇടപെട്ട് അള്ളാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ, അതാണ് മുഅ്മിനിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിമിനെ കുറിച്ച് അദ്ദേഹം ഇമാമുൻ നാസ് ആയിരുന്നു, അദ്ദേഹം ഖലീലുള്ളാഹിയായിരുന്നു എന്ന് പറയുന്നത്. ഈ വ്യക്തിത്വ സവിശേഷം, മുഅ്മിനിന്റെ വ്യക്തിത്വം. നമ്മളിപ്പോ ജുമുഅക്ക് വന്നിരിക്കുകയാണ്. ഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്. നിസ്കാരം കഴിഞ്ഞാൽ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. നിസ്കാരത്തിന് വേണ്ടി വിളിച്ചാൽ വേഗം പള്ളിയിലേക്ക് ചെല്ലുക. ഇദാ ഖുദിയത്തിസ് സ്വലാത്ത് ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാലോ പിന്നെ അവിടെ തന്നെ ചടച്ചിരിക്കുകയല്ല, ഫന്തശിറൂ ഫിൽ അർദ്, അങ്ങോട്ട് പരക്കണം, നാട്ടിലേക്ക് കണ്ട് ഇറങ്ങണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, എന്നിട്ട് സമ്പാദിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് പോവുക, നിസ്കാരം കഴിഞ്ഞാൽ പുറത്തിറങ്ങുക, സമ്പാദിക്കുക. അള്ളാഹു നിങ്ങൾക്കായി ഇട്ടേച്ചു വെച്ചിട്ടുള്ള ഫദ്ലുകൾ, വിഭവങ്ങൾ, അത് സമ്പാദിക്കുക. രണ്ടും ഒരേ കൽപ്പനാക്രിയയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ സവിശേഷത. ഇതാണ് ഒരു മുഅ്മിനിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആ വ്യക്തിത്വം രൂപപ്പെടുത്താൻ ആവശ്യമായ രീതിയിലാണ് നമ്മളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നവരാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടുപേരും ചേർന്നാണ് വിശുദ്ധ കഅബാലയം പണിതുയർത്തുന്നത്. വിശുദ്ധ കഅബാലയം പണിതുയർത്തിയ ശേഷം അവർ നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്താണ്? റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്. റബ്ബേ, എന്നെ നീ നിസ്കാരക്കാരിൽ പെടുത്തണം. നിസ്കരിക്കുന്ന ആളാണ്. മുഖീമസ്സലാത്ത്, സ്വലാത്ത്, നിസ്കാരമാണ് മുഅ്മിനിന്റെ ജീവിതത്തിന്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. നിസ്കാരത്തെ ചുറ്റിപ്പറ്റിയാണ് സർവം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇസ്ലാം. നമ്മുടെ ഒരു ഭാഷ, ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ ദുആ എന്താണ്? റബ്ബി ജ്അൽനി മുഖീമസ്സലാത്ത്. രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? റബ്ബി ജ്അൽ ഹാദാ ബലദൻ ആമിന. റബ്ബേ, ഈ രാജ്യം, ഈ നാട് അതൊരു സുരക്ഷിത രാജ്യമാക്കി മാറ്റിത്തരണം.
സുരക്ഷിതത്വം, നിർഭയത്വം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അപ്പം കഅബാലയം പണിതുയർത്തിയ ശേഷമുള്ള രണ്ടാമത്തെ പ്രാർത്ഥന അതാണ്. ഈ രാജ്യത്തെ ഒരു ഭയരഹിതമായ, നിർഭയത്വമുള്ള, സുരക്ഷിതത്വമുള്ള, ആളുകൾക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു നാടാക്കി, ഒരു രാജ്യമാക്കി, ഒരു പ്രദേശമാക്കി മാറ്റണം. കഅബ ഇത് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയതിനു ശേഷമുള്ള പ്രഖ്യാപനമല്ല, വിശുദ്ധ കഅബാലയം പണിതുയർത്തിയതിനു ശേഷമുള്ള പ്രാർത്ഥനയാണ്. സുരക്ഷിതത്വം, നിർഭയത്വം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥന എന്താണ്? വർസുഖ് അഹ്ലഹു മിനത് തമറാത്ത്. ഈ രാജ്യനിവാസികൾക്ക് നീ സുഭിക്ഷത നൽകണം, സമൃദ്ധി നൽകണം, അവർക്ക് ഭക്ഷ്യവിഭവങ്ങൾ നൽകണം. അപ്പൊ നിർഭയത്വം, സമൃദ്ധി, ഇതാണ് ദുആ. ഇതിന് നമ്മൾ എന്താണ് വിശേഷിപ്പിക്കുക? ഇതാ സമൃദ്ധി എന്ന് പറയുന്നത്, നിർഭയത്വം എന്ന് പറയുന്നത്, അത് നമ്മുടെ ആധുനികമായ കാഴ്ചപ്പാടിൽ അതൊരു ആത്മീയമായ കാര്യമാണോ? പക്ഷേ വിശുദ്ധ മനുഷ്യരാശിയുടെ കേന്ദ്രമായി വിശുദ്ധ കഅബാലയം പണിതുയർത്തിയ ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന ദുആ അതാണ്. എന്നെ നിസ്കാരക്കാരിൽ പെടുത്തണം, ഈ നാട്, ഈ രാജ്യം സുരക്ഷിത രാജ്യമാക്കി മാറ്റണം, അവിടെ നീ സമൃദ്ധിയും സുഭിക്ഷതയും നൽകണം. അതാണ് ഒരു മുഅ്മിനിന്റെ, ഇസ്ലാമിന്റെ ലോക വീക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ അമലുകളുടെ എല്ലാം ഉന്നം എന്താണ്? അത് അള്ളാഹുവുമായിട്ടുള്ള അടുപ്പമാണ്, നാടിന്റെ സുരക്ഷിതത്വമാണ്, നാടിന്റെ സമൃദ്ധിയാണ്. ഇതാണ് ഇസ്ലാമിക ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതാണ് ഇബ്രാഹിമി ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത്. ആ പാഠം ഓർത്തെടുക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളിലും, നമ്മളുടെ ഓരോ ഓർമ്മകളിലും, നമ്മുടെ ഓരോ അടക്കത്തിലും, ഓരോ അനക്കത്തിലും ഈ മുന, ഈ അടിസ്ഥാന തത്വം ഇത് ഓർത്തെടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ഓർമ്മകളിലും അത് വളരെ പ്രധാനമാണ്. ഭയരഹിതമായ ഒരു നാട് സൃഷ്ടിക്കുക, സമൃദ്ധിയുള്ള ഒരു നാട് സൃഷ്ടിക്കുക, അള്ളാഹുവുമായിട്ട് അടുപ്പമുള്ള, ചേർന്നു നിൽക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുക, മനുഷ്യനായി മാറുക. ഇതാണ് ഇബ്രാഹിമി ജീവിതത്തിന്റെ സന്ദേശങ്ങളുടെ ഒരു കാതൽ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്ദേശങ്ങളെ ശരിയാം വിധം ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജയുടെ ഈ മഹത്തായ, പരിശുദ്ധമായ, സവിശേഷമായ ഈ ദിനങ്ങളിൽ അതിന്റെ മുഴുവൻ ഫളലുകളും നേടിയെടുക്കുവാൻ, അതിൻ്റെതായ ബഹുമാനത്തോടുകൂടി അതിനെ സമീപിക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.